ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് തുണികളൊക്കെ മടക്കി പറക്കാനുണ്ട് എന്ന് പറഞ്ഞ എൻ്റെ അലമാര ഫുള്ള്. അപ്പൊ വിചാരിച്ചു എൻ്റെ ഡ്രസ് കളക്ഷൻ ഒന്ന് കാണിക്കാന്നേ. അപ്പൊ തുടങ്ങിയാലോ? അപ്പൊ ഫസ്റ്റ് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് വേണ്ടടാ ഇതാണേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നില്ല, എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണേ. നമ്മുടെ 3rd വെഡിങ് ആനിവേഴ്സറിക്ക് ഡ്രസ്സ് എടുത്ത് തയ്പ്പിച്ചതാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്ലോത്താണ്, ഒരു ഗൗണ് മാതിരിയാണ്. അത്യാവശ്യം നല്ല ഫ്ലെയർ ആണ്. ഇതേ ക്ലോത്തിൽ തന്നെ ഇതേ ഇതിൽ തന്നെ എന്ത് ചെയ്യണ അതിൽ ഷോളുണ്ട്, ലെഗിൻസ് പാൻറ്റാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. കാരണം എനിക്ക് ആദ്യമൊക്കെ സ്ലിറ്റ് പറഞ്ഞ ടോപ്പാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ പിന്നെ അതെന്ത് ചെയ്തു, ഗൗണായി മാറി. ഭയങ്കര എനിക്കൊരു ഇഷ്ടമുള്ളൊരു ടോപ്പാണ് ഇത്. സെക്കൻഡ് ടോപ്പ് എന്ന് പറയണേ ഇതൊരു 3 പീസ് സെറ്റാണ്. ഞാൻ ബ്രാഞ്ചിൽ ഇടയ്ക്ക് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് 3 പീസൊക്കെ ട്രെൻഡ് ആയിരുന്നു, ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇപ്പൊ അധികം ഇല്ലെന്ന് തോന്നുന്നു. 2 പീസ് അല്ലേ, ഇതൊന്ന് പോയതാണ്. അപ്പൊ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കാരണം 3 പീസ് എനിക്ക് അത്യാവശ്യം ചുരിദാർ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അങ്ങനെ ഇതിന് ഷോളും ഉണ്ട്, പാൻറ്റും ഉണ്ട്. ഇതതിൻ്റെ ഷോളാണ്, ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന വിത്ത് ഷോളാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്തിയാണ്. നമുക്ക് എങ്ങനെ വേണം ഇടാം, 1 സൈഡോ 2 സൈഡോ എങ്ങനെ വേണം ഇടാവേ. അതേ സെയിം കളർ തന്നെയാണ് കേട്ടോ അതിൻ്റെ പാൻറ്റും. ഇത് മൂന്നും ഒരേ എനിക്ക് ഫേവറേറ്റ് കളറൂടെയാണ്. എനിക്ക് ഈ കളർ നേരത്തെ ഇല്ലായിരുന്നു, ഫസ്റ്റ് ടൈമാണ് ഈ കളർ എടുക്കുന്നത്. അങ്ങനെ ഞാൻ തപ്പിയെടുത്ത കളറാണ് ഇത്. അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് അയ്യോ തിരിഞ്ഞുപോയി. ഇതെന്ന് പറയുന്ന ഈ ഡ്രസ്സ് ഞാൻ മോൻ്റെ ബർത്ത്ഡേക്ക് ഫോട്ടോഷൂട്ടിന് എടുത്തതാണ്. ബ്ലാക്ക്, നമ്മളെല്ലാവരും ബ്ലാക്ക് തീം വന്നിട്ടുണ്ട്. മീഷോയിൽ നിന്നാണ് എടുത്തത്. ഒരു 300 റുപ്പീസ്, 300 400 ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ എടുത്തത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ എന്താ ത്രെഡ് വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്തുമാണ്. ഇടാൻ അത്യാവശ്യം ചൂടങ്ങനെയൊന്നുമില്ല, കൊള്ളാം. ഈ ക്ലോത്ത് ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടൺ ബ്ലെൻഡഡ് ആണ്. പക്ഷെ നല്ല ഇതുണ്ട്. ബ്ലാക്ക് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള കളറുണ്ട്, ഞാൻ ഇട്ടിരിക്കുന്നതും ബ്ലാക്ക് ആണ്. ഇത് കടയിൽ നിന്ന് എടുത്തതാണ്, മീഷോയിൽ നിന്നുള്ളതല്ല. ഇതൊരു ടൂറിന് പോയ സമയത്ത്, ബ്രാഞ്ചിൽ ഫസ്റ്റ് ടൂറിന് പോയ സമയത്ത് ഞാൻ അവിടത്തേക്ക് ഇടാൻ വേണ്ടി ഇതെടുത്തതാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് 600 അങ്ങനെ എങ്ങാണ്ടായി. പക്ഷെ ഇപ്പോഴും യൂസ്ഫുൾ ആണ്. എനിക്ക് കൂടുതലുള്ള ഡ്രസ്സിൽ ബ്ലാക്ക് ഒരുപാട് കളറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക്. അപ്പം ഇതെടുത്തത്. ഇത്ത ഡ്രസ്സ് എന്ന് പറയണേ സ്ലീവ്ലെസ് ആണേ. ഇത് ക്രിസ്മസിന് ഞാൻ എടുത്തതാണ്. ഇതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഓരോ ഡ്രസ്സിന്റെ ഫോട്ടോ ഞാൻ ഉണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്തേക്കാം. ഇതും മീഷോയിലാണ്. 3000 അല്ല, 300 എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ കൊള്ളാം. ഇതിന്റെ കൂടെ ഒരു കോട്ട് കൂടെ ഉണ്ട്. ഇതാണ് ഉണ്ടോ, ഒരു കോട്ട് കൂടെ വെച്ചാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ സ്ലീവ്ലെസ് ആയിട്ട് ഇടുമായിരുന്നു. പിന്നെ പിന്നെ അഥവാ ചേർന്നില്ലെങ്കിൽ ഇടാന്ന് പറഞ്ഞാണ് കോട്ട് കൂടെ വാങ്ങിയത്. പക്ഷേ സ്ലീവ്ലെസ് ആയിട്ടും കൊള്ളാം, അല്ലാതെ ഇടാനും നല്ല ഭംഗിയാണ്. ഇത് രണ്ടും മീഷോയിൽ ഞാൻ എടുത്തതാണ്. കോട്ട് 300 400 അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ലിങ്ക് ടാഗ് ചെയ്തിരിക്കാം കേട്ടോ. ഇത് നല്ല റെഡാണ് കേട്ടോ, നല്ല രസമുള്ള റെഡാണ്. ഓക്കെ, അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഷർട്ടാണ്. ഏകദേശം ഒരു വർഷം എങ്ങാണ്ടായി ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. പക്ഷെ കൊള്ളാം, നമ്മളെ ഈ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഡ്രസ്സാണ്. കാരണം ഇത് രണ്ടെണ്ണം ചേർന്നാണ്. ഞാൻ ഇതിൽ 4 പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കളർ ഇതാണ്, അടുത്തൊരു കളറ് ഈ ഒരു റോസ് ആണ്. ഇതുകൊണ്ട് അടിപൊളി കളറാണ് ഈ റോസ്. ഇതും നമ്മളെ നൈസ് തുണിയാണ്, പക്ഷെ നമുക്ക് ഇവിടെ കൂടെയൊക്കെ അത്യാവശ്യത്തിന് ഇടാൻ അടിപൊളിയാണ്. എനിക്കിഷ്ടമാണ് ഇതുപോലത്തെ ഇങ്ങനെ സിമ്പിൾ വെയർ ഷർട്ടൊക്കെ. അങ്ങനെ എടുത്തതാണ്. ഇതിലിങ്ങനെ 2 കളർ കൂടെ ഉണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ എവിടെ. ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു ടോപ്പാണ്. ഇത് പല പല കളർ ഇങ്ങനെ കണ്ടിട്ടെടുത്താണ്. ഇങ്ങനെ റെഡ് ബ്ലൂ ഇങ്ങനെ കണ്ടെടുത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വൈറ്റ് പൊതുവെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്തെങ്കിലും കറകളൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമാകും. പക്ഷെ ഇതിൽ വലിയ കുഴപ്പമില്ല, ഞാൻ അധികം ഇടാറില്ല കേട്ടോ ഈ ഡ്രസ്സ്. ഇത് എനിക്ക് ഇത് 200 എങ്ങാണ്ടാണ് ഓഫറിൽ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ. ഇത് അടുത്തതാണ്. ടോപ്പിലായിട്ട് ഞാൻ ഇവിടെ കൂടെയൊക്കെ പോണ സമയത്ത് ഈ ടോപ്പ് ഇടാറുണ്ട്. അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ഇവിടുത്തെ അടുത്തൊരു കടയിൽ നിന്ന് തന്നെ എടുത്തതാണ്.
പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ടോപ്പാണ്. അത്യാവശ്യം ഹെവിയാണ്. ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ എടുത്തതാണ്. പക്ഷെ എന്ത് ചെയ്യാനാടാ, ഉണ്ടോ ഒരു ബ്ലാക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് വരയുണ്ട് കേട്ടോ, അറിയാൻ പറ്റുന്ന ഉണ്ടാ, ചെറിയ ഇങ്ങനെ ഒരു വര പോലെയുള്ള. അത് വലുതായിട്ട് അറിയാൻ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തുകൊണ്ട് ഒതുക്കി വെച്ചിരുന്ന ഒരു ടോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര 1500 എങ്ങാണ്ട് എടുത്തതാണ്. ഞാൻ അങ്ങനെ കൊണ്ടുപോയി അങ്ങ് ഒതുക്കി വെച്ചിരുന്ന ഒരു ടോപ്പാണ്. അതിന് ഷോളും ഉണ്ട്. ഉണ്ടാ, അതിന്റെ ഷോളാണ് അത്യാവശ്യം ഹെവിയാണ്. എന്താ ഫുള്ളായിട്ട് വർക്കൊക്കെ വന്നിട്ടുള്ള അടിപൊളി ടോപ്പാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ടോപ്പും. ഈ 3 പീസ് ആ സമയത്ത് തന്നെ എടുത്തതാണ്. അയ്യോ, ഇതിന് പാൻറ്റും ഉണ്ട് കേട്ടോ. പാൻറ് ഒരു മിനിറ്റ് കാണിച്ചു തരാം. എടുത്തത് അതേപടി മടക്കി വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ ഈ വർക്ക്. എനിക്ക് പക്ഷെ ഇഷ്ടമുള്ള ഒരു മോഡൽ കൂടെ ആയിരുന്നു ഈ 3 പീസ് സെറ്റ്. അടുത്തത് ഒരു ടോപ്പാണ്. ഇത് എൻ്റെ മോന് 1 വയസ്സാവും മുമ്പേ ക്രിസ്മസിന് എടുത്തതാണ്. പക്ഷെ എനിക്കിപ്പോൾ ചെറുതായിട്ട് ടൈറ്റ് ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ വണ്ണം കുറഞ്ഞിട്ടിടാം അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ടോപ്പാണ്. നല്ല ലോങ് ആണ്, ലോങ് ടോപ്പാണ് കേട്ടോ. ഇതും ക്രിസ്മസ് സമയത്തിന് എടുത്തതാണ് ഈ റെഡ്. അത്യാവശ്യം ഇതിന്റെ ഫോട്ടോ എന്തെങ്കിലും ഞാൻ കൊടുത്തിരിക്കുക. പക്ഷെ ഒന്നും ചെയ്തില്ല, നല്ല ഡ്രസ്സാണ്. ഞാൻ പോയ സമയത്ത് ഇങ്ങനെ പോയ സമയത്ത് അവിടെ ഡിസ്പ്ലേയിൽ ഇട്ടിരുന്നു. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാനിത് എടുത്തതാണ്. വണ്ണം കുറഞ്ഞിട്ടൊക്കെ ഇടാം, ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സെക്ഷനാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റെഡ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പോഴൊക്കെയാണ് ഈ റെയർ കളറൊക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ ഇവിടെ കൂടെയൊക്കെ ഇടുന്നതാണ്. നമുക്ക് പെട്ടെന്നൊക്കെ പുറത്ത് പോകാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇടുന്ന ടോപ്പാണ്. കിട്ടും ഇതൊക്കെ തേച്ചിട്ട് വെക്കണം എന്നൊക്കെ നാക്ക് മെനക്കേടായതുകൊണ്ട് ഞാനതിന് മുതിരാറില്ല. ഉണ്ടോ, ഫ്രോക്ക് മോഡൽ പോലെയാണ്. ഇതിന്റെ വേറൊരു കളർ എൻ്റെ ഉണ്ടായിരുന്നു, ഒരു ലൈറ്റ്. ഇതിന്റെയൊക്കെ ലൈറ്റ്. പക്ഷെ എന്ത് ചെയ്യാം, ഇടയ്ക്ക് ആക്സിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഇട്ടിരുന്ന ഇതേ ഡ്രസ്സായിരുന്നു, ഇതിന്റെ വേറൊരു കളറ്. അങ്ങനെ അതെനിക്ക് കീറി പരിവായി കിട്ടി. പക്ഷെ എനിക്ക് ഇടുമ്പോൾ ഇത് അത്യാവശ്യം സ്ലിം ആയിട്ട് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. ഇതിന്റെ ഫോട്ടോ ഞാൻ കൊടുത്തിരിക്കുക. ഇത് 300 400 എങ്ങാണ്ടേ ഉള്ളൂ. നല്ല വില കുറവിൽ ഞാൻ എടുത്തതാണ്. ഇതെന്ന് പറയണത് 2 വർഷത്തിന് മുമ്പ് ഓണത്തിന് അമ്മ എനിക്ക് എടുത്തു തന്നതാണ്. ഓണ ഡ്രസ്സ് ആ ടൈമിൽ ചുരിദാറിന്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അന്ന് എടുത്തത്. പക്ഷെ ഞാൻ അന്ന് 1-2 തവണ ഇട്ടുള്ളൂ. ഇപ്പോഴും അടിപൊളിയായിട്ട് ഞാൻ വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഡ്രസ്സുകൾ കേടാക്കാറില്ല, കീറിയും അതേപടി ഇങ്ങനെ കൊണ്ട് വെക്കും. ലാസ്റ്റ് ഒട്ടും വേണ്ടാതായാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യൂ, ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുകയോ എന്തേലും ചെയ്യാറുള്ളൂ. അത് വേറെ അല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലും കലമാരയിൽ മടങ്ങി ഇതുപോലെ ഇരിക്കും. അപ്പൊ തന്നെ മടക്കി വെക്കണം എന്തെന്ന് പറയാം. പിന്നെ ഇനി ഇതെല്ലാം ഒന്നിച്ച് വാരി മടക്കണ റിസ്ക് ഉള്ള പരിപാടിയാണ്. അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ചേട്ടന് ഇഷ്ടപ്പെട്ട് എടുത്തതാണിത് കേട്ടോ. 2 പീസ് ആണ്, ഷോൾ ഇല്ല, പാന്റ് മാത്രമേ ഉള്ളൂ. പാന്റ് ഇതാണ് പാന്റ്. 2 പീസ് ആണ്. പക്ഷെ നല്ല സുഖമാണ് ഇടാൻ. എന്താ പറയുക, ഒരു കുളുത്ത ക്ലോത്ത് ആണ്. അത്യാവശ്യം നല്ല സുഖമാണ് ഇട്ടോണ്ടിരിക്കാൻ. എന്താ പറയാ, നമുക്ക് ചൂടൊന്നും അധികം എടുക്കില്ല. ഇപ്പോഴത്തെ ഈ ചൂട് സമയത്തൊക്കെ ഇത് ഇട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ 2 പീസ്. അത്യാവശ്യം ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ മോഡേൺ ഡ്രസ്സാണ് ഇഷ്ടം. ഇപ്പോഴ് ചുരിദാർ മോഡലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഞാൻ കാണിച്ചില്ല ഒരു തച്ചതായിട്ട്, ആ ഡ്രസ്സാണ് കൂടുതൽ എനിക്കിഷ്ടം. തച്ച് ഇടാൻ. പിന്നെ ഇരിക്കുന്ന തുണികൾ ഇടുന്നല്ലോ. ഇതാണെങ്കില് എന്റെ അനിയത്തിയുടെയാണ്. അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാണ്. ഞാനും ഇട്ടില്ല ഇതുവരെ, മറന്നുപോയി. ഈ ഡ്രസ്സ് ഇവിടെ ഇരുന്നതേ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അവള് എനിക്ക് തന്നിട്ട് പോയതാണ്, അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞ്. ഇതുപോലെയൊക്കെ പുറത്തിടാൻ വേണ്ടി ചേച്ചിക്ക് എന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാണ്. അയ്യോ, അവളെ മിസ് ചെയ്യുന്നു. അവളിപ്പോ ക്യാമ്പിന് പോയിരിക്കുന്ന ആളെ ഞാനിപ്പോ മിസ് ചെയ്യുന്നുണ്ട്. സാധാരണ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് അവളാണ്. ഇന്ന് അവൾ ഇവിടെ ഇല്ല, അവള് ക്യാമ്പിന് പോയിട്ട് ഞാൻ തനിയെ തന്നെ വീഡിയോ ഒക്കെ എടുക്കും. അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ബ്രാഞ്ചിലായിരുന്ന സമയത്ത്, ഓഫീസിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഇടാനായിട്ട് ഞാൻ വാങ്ങിയതാണ്.
ഇതിന് ഷോളും ഉണ്ട് പാൻറ്റും ഉണ്ട്. ഓക്കെ 3 പീസ് ആയിട്ട് എടുത്തന്നെ 500 സംതിങ് ഉണ്ട്. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഡെയിലി ഇപ്പൊ എവിടെയെങ്കിലും പോയി പെട്ടെന്ന് എടുത്തിരുന്ന ഈ ഡ്രസ്സാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഞാൻ എടുത്തതാണ്. പക്ഷെ ഇതിന്റെ ഷോൾ ഇപ്പൊ എവിടെയൊന്നും കാണാനില്ല. എവിടെയാണ് ഒന്നി എൻ്റെ അമ്മയുടെ വീട്ടിലോ എവിടെയോ ആയിപ്പോയി. ഇത് അതിന്റെ പാൻറ്റാണ്. ഷോളും അത്യാവശ്യം ഈ വർക്കൊക്കെ വരുന്ന പാൻ്റ് അല്ല, ടോപ്പിന്റെ അതേ വർക്ക് പറഞ്ഞ അതേ മോഡലാണ്. അത്യാവശ്യം നല്ല നമുക്ക് പെട്ടെന്നൊക്കെ എവിടെയെങ്കിലൊക്കെ പെട്ടെന്ന് കാഷ്വൽ ആയിട്ട് ഇട്ടിട്ട് പോയത് അടിപൊളി ഒരു ഡ്രസ്സാണ്. ഇതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കാം. അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് 3 പീസ് ആയിട്ട് 3 പീസ് അല്ല 2 പീസ് ആണ്. പാൻറ് ഇല്ല, പാൻറ് നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. ഷോള് ഇതേ ക്ലോത്തിൽ പറഞ്ഞതാണ്. എൻ്റെ അനിയത്തി എടുത്തിട്ട് പോയി, അവക്ക് വേണമെന്ന് പറഞ്ഞുള്ള എടുത്തിട്ട് പോയി. ഇത് ഒരു ക്രിസ്മസിന് ഞാൻ അമ്മയ്ക്ക് എനിക്ക് എൻ്റെ അനിയത്തിക്ക് 3 പേർക്ക് ഒരേപോലെ എടുത്തു കൊടുത്തതാണ്. പക്ഷെ ഇത് നല്ല ക്ലോത്താണ്. ഒരു 2 years ബാക്കാണ് ഞാൻ എടുത്തു കൊടുത്തത്. ഇപ്പോഴും അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാ എൻ്റെ പാൻറ്. ഞാൻ സെപ്പറേറ്റ് എടുത്താണ്. സിഗരറ്റ് പാൻറ്റാണ് എടുത്തത്, സെപ്പറേറ്റ് എടുത്തതാണ്. ഇതിന്റെ ഷോള് അവളൊന്ന് എടുത്തിട്ട് പോയി. ഷോൾ കൂടെ ഇടുമ്പോഴാണ് ഇതിന്റെ ഭംഗി സത്യത്തെ അറിയുന്നത്. അടിപൊളിയാണ് കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു വൈറ്റ് ടീഷർട്ട് കൂടെ ഉണ്ടെന്ന്. ഇനി ഇതിൻ്റെ കൂടെ ഒരു പച്ച കൂടെ ഉണ്ട്, അത് ഇവിടെ ഉണ്ട്. ഇതാണേ. ഞാൻ ഈ വൈറ്റ് അധികം ഇടില്ല, കാരണം നല്ല കണ്ണാടിയാണ്. വീട്ടിൽ എവിടെയെങ്കിലൊക്കെ തന്നെ ഇടാറ്, അല്ലാതെ ഇടാറില്ല. അടുത്തത് ഈ ബ്ലാക്ക് ആണ്. ഒരു സമയം ട്രെൻഡിങ് ആയിരുന്നല്ലോ ഇങ്ങനത്തെയൊക്കെ നെക്ക് കയറി വരുന്ന നമ്മളെ നെറ്റ് വെച്ചിട്ടുള്ള അതാണ്. ഇത് ഓഫീസിൽ ഒരു ആവശ്യത്തിന് എടുത്തതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ പറയാ, ഇതിന്റെ ഒരു പിക്ക് എൻ്റെ ഉണ്ട്. ഇത് വെച്ച് ഞാൻ പെയർ ചെയ്തുകൊണ്ടിരുന്നത് റെഡ് പാൻറ് വെച്ചാണ് പെയർ ചെയ്തിരുന്നത്. നല്ല ഭംഗിയുണ്ട് അത് രണ്ടും കൂടെ കാണാൻ. അതിന്റെ ഒരു വീഡിയോ എന്തോ ഉണ്ട് എൻ്റെ. ഞാൻ ഇതിലൂടെ ആഡ് ചെയ്ത് കാണിച്ചു തരും. നല്ല ഭംഗിയുണ്ട്. എന്നെ പോലെ ബ്ലാക്ക് ഭ്രാന്തുള്ള ആരെങ്കിലും ഉണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക്. കുറേ ബ്ലാക്ക് ടോപ്പ് ഞാൻ ഇങ്ങനെ അടിക്കടിക്ക് വാങ്ങി വയ്ക്കും. പക്ഷെ എല്ലാം ഒന്നിച്ചിടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ബ്ലാക്ക് ഇപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടം. ടോപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഷ് ആണ്. ഇത് 3 പീസ് ആണ്. ഞാൻ ഓഫീസിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് വാങ്ങിയതാണ്. ഈ കളറൊന്നും എൻ്റെ ഇല്ലായിരുന്നു. ആ ടൈമിലാണ് ഇതെടുത്തത്. ഇത് അതിന്റെ പാൻറ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. 3 പീസ് ആ സമയത്തൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലത്. പക്ഷെ 600-800 എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇതതിന്റെ ഷോൾ. ഇതെല്ലാം ഒന്നേ തേച്ച് മടക്കി വെക്കണം, എന്നാല് നമുക്ക് പെട്ടെന്നൊരാവശ്യം വരുമ്പോ എടുത്തിടാൻ പറ്റിയത്. ഇടയ്ക്ക് ഇട്ടിട്ട് നനച്ചിട്ട് അങ്ങനെ കൊണ്ട് വെച്ചിരുന്നതാണ്. പിന്നെ മടക്കാനൊന്നും ടൈം കിട്ടിയില്ല. ഈ ടോപ്പ് എന്ന് പറയുന്നത് എനിക്ക് ചേട്ടൻ എടുത്തു തന്നതാണ്. ഇങ്ങനെ മിറർ വർക്ക് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള. ഇതെന്റെ മാരേജിന് മുമ്പ് എടുത്ത ടോപ്പാണ് ഇപ്പോഴും. പക്ഷെ അത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്ത് മാറ്റി വെച്ചിരിക്കണം, വണ്ണം കുറഞ്ഞിട്ടിടാന്ന് പറഞ്ഞ്. ഇതിന് ഷോളില്ല, വെറും ടോപ്പ് മാത്രമായിട്ട് എടുത്താണ്. ഈ കളർ എനിക്കില്ലാഞ്ഞിട്ട് ചേട്ടൻ എടുത്താണ്. അതിന്റെ പാൻറ് ലെഗിൻസ്, ഈ ലെഗിൻസ് വെച്ചാണ് ഞാൻ പെയർ ചെയ്തിട്ടോണ്ടിരുന്നത്. 2-3 തവണയൊക്കെ ഇട്ടിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ മറന്നുപോയി ടോപ്പൊക്കെ ഇരിക്കുന്ന ഓർമ്മയിൽ. അങ്ങനെ ഇത് അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് ടോപ്പല്ല, ഇതൊരു ജാക്കറ്റ് ആയിട്ട് എടുത്ത ഒരു ടോപ്പാണ്. ഇതും ബ്രാഞ്ചിൽ ഇരുന്ന സമയത്ത് തന്നെ എടുത്തതാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്ന് പോയി എടുത്തതാണ്. പക്ഷെ ഇതിൽ കുഞ്ഞു കുഞ്ഞു തിളക്കമുള്ള മുത്തൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ അതെന്തെങ്കിലും ഇപ്പൊക്കെ നനച്ച് ഒരുമാതിരി ആയി. പെട്ടെന്നൊക്കെ എടുത്തിട്ട് നമുക്ക് പറ്റിയതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പാൻറ്റുമായിട്ട് പെയർ ചെയ്യും. ചില സമയം പാൻറ് ഇടാറില്ല. അത്യാവശ്യം ഷോർട്ടാണ്, പക്ഷെ കുഴപ്പമില്ല. ഇതിന്റെ ഇതേ സെയിം കോട്ടാണ് വരുന്നത്. അതായത് ഇതേപോലത്തെ സെയിം കോട്ടാണ് വരുന്നത്. ബ്ലാക്ക് പാൻറ് വെച്ചിട്ടാലും വൃത്തികേടൊന്നും ഇല്ല. ഷോർട്ട് പാൻറ് ഒക്കെ ഇട്ടാലേ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അടുത്ത ടോപ്പ് എന്ന് പറയുന്നത് ടോപ്പല്ല, ഇത് ജീൻസിന്റെ ആണ്. നമ്മളെ ഷോർട്ട് ടോപ്പ് പോലെയൊക്കെ ഇരിക്കും. ഇതാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ ഞാൻ എടുത്തതാണ്. പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. അധികം ഉപയോഗിച്ചില്ല. പക്ഷെ ഇത് എനിക്ക് ചെറിയൊരു ടൈറ്റ് ആണ്. പക്ഷെ ആർക്കും കൊടുക്കാനും തോന്നില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആർക്കും കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുകയാണ് ഭദ്രമായിട്ട്. അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് ഉണ്ടോ. ഇതെനിക്ക് ബർത്ത്ഡേക്ക് കഴിഞ്ഞ അതിന് മുമ്പിലത്തെ ബർത്ത്ഡേക്ക് എനിക്ക് ചേട്ടൻ എടുത്തു തന്നതാണ്. എനിക്ക് ഈ കളറില്ല. അങ്ങനെ നോക്കി ഒരുപാട് നോക്കി ഡ്രസ്സ്. അങ്ങനെ നോക്കി നിനക്ക് ഈ കളറില്ലല്ലോ, അങ്ങനെ ഇതെടുത്ത് തന്നാണ്. ഇതിന്
പാൻറ് ഇല്ല, ഷോള് മാത്രമേ ഉള്ളൂ. ഷോള് ഇതേപോലെ സൈഡിൽ അല്പം ലേസ് വർക്കൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഇതാണേ, കനമുണ്ട്, വെയിറ്റ് ഉള്ളതാണ് ഡ്രസ്സ്. ഇതേപോലെ കണ്ടോ, ലേസ് വർക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം. ഇതെന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോസ്റ്റ് ഫേവറേറ്റ് ഡ്രസ്സാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്തോ പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയതാണ്. നമുക്ക് പെട്ടെന്ന് പോവാം ഡ്രസ്സ് എടുക്കാൻ ബർത്ത്ഡേക്ക്, അങ്ങനെ എടുത്തൊന്നുകൊണ്ടായിരിക്കും ഭയങ്കര. അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണേ. ഇത് എൻ്റെ അനിയത്തിയുടെയാണ്. ആൾക്ക് അമ്മയെങ്ങാണ്ട് എടുത്തു കൊടുത്തതാണ്, അമ്മയും അച്ഛനാരും എടുത്തു കൊടുത്തതാണ്. ഞാനിത് എനിക്കിഷ്ടപ്പെട്ട് ഞാനിങ്ങ് അടിച്ചു മാറ്റിയതാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞൂടാ. അവൾ അറിഞ്ഞോന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാൻ അടിച്ചു മാറ്റിയത്, ചിലപ്പോൾ ഈ വീഡിയോ ഇടുമ്പോഴായിരിക്കും അവൾ അറിയുന്നത്. എനിക്കിഷ്ടപ്പെട്ട് ഞാനിങ്ങ് എടുത്തു. അത് ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സാണ്. ഇത് എനിക്ക് ചേട്ടാ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ അറിയാതെ എനിക്ക് ഓർഡർ ചെയ്ത് തന്ന ഡ്രസ്സാണ്. വന്നപ്പോഴാണ് ഞാൻ ഇത് അറിയുന്നത്. ഇതുപോലെ കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഞാൻ ഇത് അറിയുന്നത്. അങ്ങനെ ഫസ്റ്റ് എനിക്ക് എടുത്തു തന്ന ഒരു ഡ്രസ്സാണിത്. കാരണം ഞാൻ ഇതിപ്പോൾ അധികം യൂസ് ചെയ്യാറില്ലെങ്കിൽ കൊണ്ടങ്ങനെ ഭദ്രമായിട്ട് വെച്ചിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളെടുത്ത് തന്ന, പ്രത്യേകിച്ച് ആളെടുത്ത് തന്ന ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൊണ്ടുവച്ചു. അടുത്തത് ടോപ്പാണ്. കാഷ്വൽ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്തിടാൻ വേണ്ടിയുള്ള ടോപ്പാണ്. അധികം ഉപയോഗിക്കാറില്ല, അങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് തേക്കാൻ മടിച്ച് ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ടോപ്പ്. അതിനുവേണ്ടി എന്ത് സെയിം കളർ ലെഗിൻസ് ആണ് ഞാൻ എന്ത് ചെയ്യുക, പെയർ ചെയ്യുക. ഇതിൻ്റെ ഒരു റോസ് കളർ ഷോളും ഉണ്ട്, രണ്ടും കൂടെ ആയിട്ട് അങ്ങനെ. അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് മോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് കഴിഞ്ഞ നവംബറിൽ അവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എല്ലാവരും ഇട്ടിരുന്ന ഗ്രീൻ ആണ്. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് എനിക്കായിട്ട് പർച്ചേസ് ചെയ്തതാണ്. 200 or 300 എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ നല്ല ഡ്രസ്സാണ്. ഒരുപാട് ഞാൻ വാഷ് ചെയ്ത് ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയി ഒരുപാട് തവണ ഇട്ടു, പക്ഷെ ഒന്നും ചെയ്തില്ല. ഇപ്പോഴും ത്രെഡ് വർക്കാണ്, എംബ്രോയിഡറി, പക്ഷെ ഒന്നും പറ്റില്ല. അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് മീഷോയിൽ നിന്ന് ഞാൻ പ്ലെയിൻ ആയിട്ട് വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല ലോങ് ആണ് കേട്ടോ, ഫുൾ അറ്റം വരെ നിൽക്കുന്നതാണ്. ഇതിൽ ഫുൾ ഞാൻ എന്ത് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തതാണ്. ഇവിടെ താഴോട്ട് മുത്ത്, പക്ഷെ എല്ലാം ഇളകി പോയി. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തതാണ്. ഇതൊരു ഫസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ടൊന്ന് ഫസ്റ്റ് എനിക്ക് ക്രിസ്മസിന് ഞാൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്ത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തതാണ്. ഇപ്പം ഞാൻ ഇടാറില്ല, ഒതുക്കി വെച്ചിരിക്കുകയാണ് ഈ ഡ്രസ്സ്. ഇതിന് ക്ലോത്തൊക്കെ കൊള്ളാം, പക്ഷെ എന്തോ ഞാനിത് പെട്ടെന്ന് ഇടാറില്ല. അങ്ങനെ ഇത്ര ഹെവി ഒക്കെ ഇപ്പം എനിക്ക് ഇടാൻ പറ്റുന്നില്ല. മിനിമം എനിക്കിത് കയറാറില്ല. അടുത്ത ഒരു ടോപ്പ് ഇതാണ്. ഇത് ടോപ്പല്ല, ഫ്രോക്കാണ് ആക്ച്വലി. ഇത് ഞാൻ 5 മീറ്റർ മെറ്റീരിയൽ എടുത്ത് ഹാഫ് ഫ്രോക്കായിട്ട് തച്ചതാണ്. ഹാഫ് ഫ്രോക്കായിട്ട് തച്ചതാണ്. ഞാൻ എന്ത് ചെയ്തു, ഫീഡ് ചെയ്യണ സമയമായിരുന്നു, അപ്പം ഞാൻ സിബൊക്കെ വെച്ച് തച്ചതാണിത്. അത്യാവശ്യം സിബൊക്കെ വെച്ച് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ തച്ചായിരുന്നു. അതുപോലത്തെ 2-3 ഞാൻ തച്ചായിരുന്നു. രണ്ടെണ്ണം ഒന്ന് കേടായി, ഒന്ന് ഞാൻ ഒരാൾക്ക് കൊടുത്തു. ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്നെടുത്ത് കൊടുത്തായിരുന്നു. ഇതിപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എടുത്തിടാൻ പറ്റിയ ടോപ്പുകളാണ്. അപ്പോൾ ഞാൻ കാഷ്വൽ ആയിട്ട് ഇടുന്ന ഡ്രസ്സ് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ ഡ്രസ്സുകളുണ്ട്. അതെന്ന് പറയുന്നത് എൻ്റെ ലാച്ച, ലെഹങ്ക, ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇതൊക്കെ ഞാൻ പെട്ടെന്നിടാനും പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ വന്ന് അടിച്ച് തപ്പാതിരിക്കാനും വേണ്ടി ഞാൻ അലമാരയിൽ വെച്ചിരിക്കുന്ന ഡ്രസ്സുകളാണ് ഇത്രയും. പിന്നെ 2-3 ഡ്രസ്സ് അല്ലാതെ സ്പെഷ്യലായിട്ടുണ്ട്. ആളെനിക്ക് ഫസ്റ്റ് എടുത്ത് തന്ന ഡ്രസ്സൊക്കെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കയറാതൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതേപടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ബായ്.